ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അത് ഇന്ന് അവസാനിക്കുകയാണ്. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. തമിഴ്നാട്ടിൽ അത് ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ്. രാജസ്ഥാനിലെ 12 മണ്ഡലങ്ങളിലും മധ്യപ്രദേശിലെ 6 മണ്ഡലങ്ങളിലും അസമിലെ 5 മണ്ഡലങ്ങളിലും ബീഹാറിലെ 4 മണ്ഡലങ്ങളിലും പരസ്യ പ്രചാരണം അത് ഇന്ന് അവസാനിക്കുകയാണ്. ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പുള്ളത്. റോഡ് ഷോയും മറ്റുമായി കൊട്ടിക്കലാശം അത് ശക്തി പ്രകടനമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്, ശ്രമത്തിലാണ്, പ്രയത്നത്തിലാണ് പാർട്ടികളെല്ലാം. മനു ഭരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും നമ്മോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന്. മനു, അങ്ങനെ പൂർണ്ണമായും രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന്റെ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക്, ആ ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിലേക്ക് കടക്കുകയാണ്. വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നു, പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ് ആദ്യഘട്ടത്തിൽ രാജ്യം. അപ്പോൾ ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന സംസ്ഥാനം ഏതായിരിക്കും? തമിഴ്നാട്ടിൽ ഒറ്റഘട്ടത്തിലായതുകൊണ്ട് തമിഴ്നാട്ടിലേക്കായിരിക്കുമോ ശ്രദ്ധ മുഴുവൻ ആദ്യഘട്ടത്തിൽ? തമിഴ്നാട്ടിൽ ഇപ്പോൾ 39 ഇടത്താണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട് ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇന്ന് മത്സരിക്കുന്ന പ്രമുഖരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ്. നമുക്കറിയാം, അവിടുത്തെ BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സുപരിചിതനാണ്. അദ്ദേഹം കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത്. ഒപ്പം തമിഴിസൈ സൗന്ദരരാജൻ BJPയുടെ തെലങ്കാന ഗവർണർ പദവി രാജിവെച്ച് തെരഞ്ഞെടുപ്പ് നേരിടുന്നു. DMK നേതാവ് കനിമൊഴി തൂത്തുക്കുടിയിൽ നിന്നാണ് മത്സരിക്കുന്നത്. അതുപോലെ ദയാനിധി മാരൻ ചെന്നൈ സെൻട്രലിൽ നിന്ന് മത്സരിക്കുന്നു. A. രാജ നീലഗിരിയിൽ നിന്ന് മത്സരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തമിഴ്നാട് ഒരു വലിയ സുപ്രധാനമായ ശ്രദ്ധാകേന്ദ്രമാണ്. അവിടുത്തെ വിജയം എങ്ങനെയായിരിക്കും എന്നത് ഇത്തവണ വളരെ ഗൗരവത്തോടു കൂടിയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. BJPക്ക് അവിടെ ഒരു അലയൻസ് ഉണ്ടാക്കുന്നതിൽ വന്നിട്ടുള്ള ചില പ്രയാസങ്ങൾ AIDMKയോ DMKയുമായോ ഒരു സഖ്യമുണ്ടാക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അപ്പോൾ ഒരു ത്രികോണ മത്സരം പലയിടങ്ങളിലും സാധ്യമാണ് എന്നതാണ് അത് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഈ മധ്യപ്രദേശിലെ ചിന്ദ്വാരയിൽ കമൽനാഥിൻ്റെ മകൻ നകുൽനാഥ് മത്സരിക്കുന്നു. ഏതാണ്ട് 9 തവണ ചിന്ദ്വാരയിൽ നിന്ന് കമൽനാഥ് ജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ മകൻ ജയിച്ചു. അങ്ങനെ ചിന്ദ്വാര ഒരു കുടുംബ സീറ്റ് എന്ന നിലയിൽ കമൽനാഥ് സൂക്ഷിക്കുന്നു. പക്ഷേ ഇത്തവണ ചിന്ദ്വാരയിൽ കമൽനാഥിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നേരത്തെ BJP ആരംഭിച്ചിരുന്നു. വിവേക് ബണ്ടി സാഹു എന്ന BJP പ്രതിനിധി അവിടെ നിന്ന് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ വളരെ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നേരിടുന്നത്. മറ്റ് ഒരു സുപ്രധാന സീറ്റ് പിൽബിത്താണ്. പിൽബിത്തിൽ വരുൺ ഗാന്ധിയുടെ അല്ലെങ്കിൽ മണ്ഡലമായിരുന്നു പിൽബിത്ത്. നേരത്തെ തന്നെ മേനകാ ഗാന്ധിക്കും അവിടെ വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമായിരുന്നു ഈ പിൽബിത്തിൽ. പക്ഷേ ഇത്തവണ വരുൺ ഗാന്ധിക്ക് സീറ്റ് നൽകിയിട്ടില്ല BJP. അത് വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെച്ചു. വരുൺ ഗാന്ധി പാർട്ടി വിട്ടേക്കും എന്നൊക്കെയുള്ള സൂചനകൾ ഒരു ഘട്ടത്തിൽ വന്നു. വരുൺ ഗാന്ധി കോൺഗ്രസ് സ്വീകരിച്ചു. അതേസമയം BJP റായ്ബറേലി വരുൺ ഗാന്ധിക്ക് നൽകും എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഏതായാലും എല്ലാ പ്രശ്നങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട്, ഈ ഊഹാപോഹങ്ങൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് പിൽബിത്തിൽ BJP തന്നെ താൻ പിന്തുണയ്ക്കുന്നു എന്ന് വരുൺ ഗാന്ധി പറഞ്ഞു. അവിടെ ജിതിൻ പ്രസാദയാണ് മത്സരിക്കുന്നത്. സംസ്ഥാന PWD മന്ത്രിയാണ് ജിതിൻ പ്രസാദ. നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു. ഉരുക്ക് വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാന സ്ഥാനാർത്ഥി നാഗ്പൂരിൽ നിന്ന് മത്സരിക്കുന്ന നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരി അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വികാസ് താക്കറെയാണ് നാഗ്പൂരിൽ എതിരിടുന്നത്. നിതിൻ ഗഡ്കരി അദ്ദേഹത്തിൻ്റെ ഒരു മണ്ഡലം എന്ന നിലയിൽ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മണ്ഡലം എന്ന നിലയിൽ നാഗ്പൂരിൽ തൻ്റെ വിജയം ഉറപ്പിക്കുന്നു എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. മറ്റൊന്ന്, മുൻ ആസാം മുഖ്യമന്ത്രി സർബാനന്ദ സോണോവാൾ ആസാമിലെ ദിൽബർഗിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം ഇത്തവണ കേന്ദ്രമന്ത്രിസഭയിൽ ഒരു നിർണായകമായ സ്ഥാനം ഏറ്റെടുക്കും എന്നാണ് കരുതുന്നത്. കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയ് ജോർഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജനവിധി തേടുന്നു. അങ്ങനെ ഒട്ടനവധി പ്രമുഖർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ഇത്തവണ ഈ പിൽബിത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരിക്കും എന്ന് വളരെ ഗൗരവത്തോടെ ആളുകൾ ഉറ്റുനോക്കുന്നത്. ഏതായാലും മനേകാ ഗാന്ധി സുൽത്താൻപൂരിൽ നിന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് ഈ ഘട്ടത്തിൽ ഇല്ല. മെയ് 25-നാണ്. അതുകൊണ്ട് ഇരുവരും പാർട്ടി വിട്ടു പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം
മറ്റൊരു സുപ്രധാന കേന്ദ്രം ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഇടമാണ്, അല്ലെങ്കിൽ വളരെ അടുത്ത ഒരു ബന്ധം ഉള്ള ഒരു പ്രദേശമാണ്. ലക്ഷദ്വീപിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെ ഉണ്ടാകും എന്ന് എല്ലാവരും സഗൗരവം ഉറ്റുനോക്കുന്നു. അവിടെ 3 സ്ഥാനാർത്ഥികൾ, ഒന്ന് മുഹമ്മദ് ഫൈസൽ NCP സ്ഥാനാർത്ഥിയായി അവിടുത്തെ സിറ്റിംഗ് MLA വീണ്ടും തൻ്റെ ജനസമ്മതി ഒരിക്കൽ കൂടി പരിശോധിക്കുകയാണ്. അതേസമയം PM സെയ്ദ് ദീർഘകാലം 40 വർഷം അവിടെ അവിടെ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്ന PM സെയ്ദ്, അദ്ദേഹത്തിൻ്റെ മകനും ഇത്തവണ തെരഞ്ഞെടുപ്പിലുണ്ട്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ഹംദുള്ള ഇത്തവണ തൻ്റെ ജനവിധി തേടുന്നു. ഒപ്പം TP യൂസഫും അവിടെ നിന്ന് NCP അജിത് പവാർ വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയായി അവിടെ തെരഞ്ഞെടുപ്പ് നേരിടുകയാണ്. ഏതായാലും ആസാമും ബീഹാറും മധ്യപ്രദേശും മഹാരാഷ്ട്രയും രാജസ്ഥാനും ഒക്കെ ഇത്തവണ അതിൻ്റെ പല ഘട്ടങ്ങളിലായുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആദ്യഘട്ടത്തിൽ ഉണ്ട്. ഉത്തരാഖണ്ഡിലെ 5 സീറ്റുകളിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അരുണാചൽ പ്രദേശിൽ 2, മണിപ്പൂർ, മേഘാലയ എന്നിവിടങ്ങളിലും 2 സീറ്റുകളിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കും. മിസോറം, നാഗാലാൻഡ്, സിക്കിം എന്നിവിടങ്ങളിലുള്ള 1 സീറ്റുകളിലും അസംബ്ലി നടക്കും. അതായത് 21 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് 21 ഇടങ്ങളിലാണ് ഇത്തവണ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 11 ഇടത്ത് ഘട്ടം ഘട്ടമായുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം, അതേസമയം 10 ഇടങ്ങളിൽ പൂർണ്ണമായും ഈ ഒന്നാം ഘട്ടത്തോടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത് ഇപ്പോൾ അരുണാചൽ പ്രദേശിലും മേഘാലയ, മിസോറം, നാഗാലാൻഡ്, തമിഴ്നാട്, ലഡാക്ക്, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഈ ഒന്നാം ഘട്ടത്തോടുകൂടി അവരുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാകും. പിന്നീട് അവർക്ക് ഈ ജൂൺ വരെ ഇതിൻ്റെ അന്തിമ ഫലത്തിനായി കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം കൂടി വരികയാണ്. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ 2 സ്ഥലങ്ങൾ, ഒന്ന് തമിഴ്നാടും ഒന്ന് ലക്ഷദ്വീപും ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അവിടെ എത്തരത്തിൽ ഉള്ള ഒരു പ്രതികരണമായിരിക്കും ഉളവാക്കുക എന്നതാണ് കേരളം ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നത്. യെസ്, മനു ഭരതാണ് വിവരങ്ങൾ വിശദമായി പങ്കുവച്ചത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ പരസ്യപ്രചാരണം അത് ഇന്ന് അവസാനിക്കുകയാണ്. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. 102 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ആദ്യഘട്ടത്തിൽ. അങ്ങനെ ആദ്യം സൂചിപ്പിച്ച പോലെ ജനാധിപത്യത്തിന്റെ ഒരു മഹോത്സവം എന്നാണല്ലോ വിശേഷിപ്പിക്കുക തെരഞ്ഞെടുപ്പിനെ. അതിലേക്ക് കടക്കുകയാണ് രാജ്യം.